ഹലോ, എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നോമ്പ് കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പം ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നുറുക്കലരിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇതിനോടൊന്നിച്ച് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം ആശാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആശാളി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, പിന്നെ ശരീരഭാരം കുറയ്ക്കുന്നു, മുടി വളർച്ച, ദഹനം, ആർത്തവചക്രം ക്രമീകരിക്കൽ, പിന്നെ ഇരുമ്പ്, കാൽസ്യം, പ്രോട്ടീൻ, വിറ്റമിൻ എ, വിറ്റമിൻ ഇ, വിറ്റമിൻ സി എന്നിവ എല്ലാം കൊണ്ടും മികച്ച സമ്പുഷ്ടമായ ഒരു വിത്താണ് ആശാളി. നമ്മൾ കണ്ണൂർക്കാർ പ്രസവ സമയത്ത് ഉണ്ടാക്കുന്ന മരുന്നിലെല്ലാം ഈ ആശാളി വിത്ത് ഉപയോഗിച്ചു വരുന്നു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ചെറുപയർ പരിപ്പാണ്. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് രാവിലെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മൂടി വെക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ സമയം ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു 3 വിസിലെങ്കിലും വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് ആശാളി ഒരു വഴുവഴുപ്പുള്ള വിത്തായതുകൊണ്ട് ഇത് അടിക്ക് പിടിക്കാതെ നോക്കണം. ഇത് നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ലാസ്റ്റ് നമ്മളൊരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ജീരകവും 2 ചുവന്നുള്ളിയും കൂടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അരിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരപ്പെല്ലാം ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലതുപോലെ തിളച്ച് സെറ്റാക്കി എടുക്കണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ തിളച്ച് സെറ്റായി വരട്ടെ. ഇപ്പം ഇത് നമ്മുടെ ഹെൽത്തിയായ നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.